കഴിഞ്ഞ വീഡിയോയിൽ പ്രോബ്ലം കണ്ടിന്യൂ ചെയ്യാണ്. ഞാൻ പറഞ്ഞു എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ആവും എന്നൊക്കെ കേസ് നോക്കണം. അപ്പോൾ എന്തായിരിക്കും സൊല്യൂഷൻ? അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ ഇത് കാൽക്കുലേറ്റ് ചെയ്യണം. എഫ് ഓഫ് എക്സ് ഈക്വൽ എക്സ് ആവും, അതായത് ബീറ്റ 1 കാൽക്കുലേറ്റ് ചെയ്യണം. എഫ് ഓഫ് എക്സിന് എക്സ് കൊടുത്തിട്ട് അതുപോലെ ബീറ്റ 2 ഇവിടെ എഫ് ഓഫ് എക്സിന് എക്സ് കൊടുത്ത് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഈ പറയുന്ന ഇക്വേഷൻ 3 കിട്ടും. ഓക്കെ, ആ ഇക്വേഷൻ 3ൽ നിന്ന് നമുക്ക് പിന്നെ C1 C2 എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഇതാണ്, ബീറ്റ 1 ബീറ്റ 2 കണ്ടുപിടിക്കണം. ഓക്കെ, ബീറ്റ 1 നമുക്ക് 0 കിട്ടും. അവർ ബീറ്റ 2 ഇതിങ്ങനെ പ്രോഡക്റ്റ് റൂൾ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇൻ്റഗ്രേഷൻ്റെ പ്രോഡക്റ്റ് റൂളാണ്. ഫസ്റ്റ് ഫംഗ്ഷൻ എക്സ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് സൈൻ എക്സ് മൈനസ് കോസ് എക്സ്, ലിമിറ്റ് കൊടുക്കുക, മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1, പിന്നെ ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് കൊടുത്തു, പിന്നെ വീണ്ടും ഈ ഇൻ്റഗ്രൽ മൈനസ് കോസ് എക്സ് ഉള്ളത് മൈനസ് പുറമേ പ്ലസ് ആവും, ഇൻ്റഗ്രൽ കോസ് എക്സ് സൈൻ എക്സ് ആവും, 0-2π കൊടുക്കും. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ആൻസർ -2π വരും. ബീറ്റ 2 -2π വരും. അങ്ങനെ ഇക്വേഷൻ 3 ഇങ്ങനെയായിട്ട് മാറും. ബീറ്റ 1 0, ബീറ്റ 2 -2π. അപ്പോൾ ഇങ്ങനെ വരും. അപ്പോൾ ഇവിടുന്ന് ഒരു റിലേഷൻ കിട്ടും. C2 എന്ന് പറയുന്നത് C1/λπ ആയിരിക്കും. ഇത് ഇപ്പുറത്തേക്ക് എടുത്തിട്ട് C2 കാണാൻ C1/λπ. അതെടുത്ത് ഇവിടെ C1 കൊടുക്കുക, λπ അല്ലേ? അല്ല, C2 കിട്ടുക, C2 അല്ലേ C1/λπ. അതെടുത്ത് ഇവിടെ C2ൽ കൊടുക്കുക. അപ്പോൾ അങ്ങനെ കൊടുത്തിട്ടാണ് ഇത് കിട്ടുക. ഇത് കിട്ടും. അവിടുന്ന് C1 കോമൺ ആയിട്ട് എടുത്തിട്ട് ഇങ്ങനെ വരും. അപ്പോൾ അവിടുന്ന് C1 കിട്ടും. അങ്ങനെ സിംപ്ലിഫിക്കേഷൻ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ C1 കിട്ടും. അപ്പോൾ C1 കിട്ടി, C2 കിട്ടി. ഓക്കെ, അപ്പോൾ ഏതിന് ആ ലാംഡയ്ക്ക് കറസ്പോണ്ട് ചെയ്തിട്ട്. അപ്പോൾ y ഓഫ് എക്സ് സൊല്യൂഷൻ ഇക്വേഷൻ 2ൽ എഫ് ഓഫ് എക്സിന് എക്സ് കൊടുത്തു, ലാംഡ C1 പിന്നെ സൈൻ എക്സ് പിന്നെ ലാംഡ C2 ഇത് കോസ് എക്സ്. ഈ രീതിയിൽ സൊല്യൂഷൻ കിട്ടും. ഇവിടെ ലാംഡ എന്തായിരിക്കും? നോട്ട് ഈക്വൽ ടു +or - 1/π ആയിരിക്കണം. ഓക്കെ, ഇതൊരു കേസാണ്, ഇതൊരു സൊല്യൂഷൻ. ഇനി നമ്മൾ അടുത്ത കേസ് പരിശോധിക്കാൻ ലെറ്റ് എഫ് ഓഫ് എക്സ് കൊണ്ട് 1 ആകുമ്പോൾ സംഭവിക്കും. അപ്പോഴും ബീറ്റ 1 ബീറ്റ 2 കാണണം. അപ്പോൾ അതിനനുസരിച്ചിട്ട് കോസ് എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സിൻ്റെ സ്ഥാനത്ത് 1 കൊടുക്കണം. ആ രീതിയിൽ ബീറ്റ 1 0 കിട്ടി, ബീറ്റ 2 0, 2 0 കിട്ടും. അപ്പോൾ ഇക്വേഷൻ 3 ഇങ്ങനെ ആയിട്ടും ഈ സൈഡ് 0 ആയിപ്പോൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് C2 എന്നുള്ളത് ഇവിടുന്ന് ഇങ്ങനെ എടുക്കുമല്ലോ. C2 എന്ന് പറഞ്ഞാൽ ആദ്യം C1/λπ കൊടുക്കും, അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് C1 എന്നുള്ളത് 0 ആയിപ്പോൾ, വേറെ വഴിയില്ല. C1 ഇൻറ്റു ദിസ് C1 0 ആണെന്ന് വരും. അപ്പോൾ C1 0 ആയിപ്പോൾ. C1 0 ആണ്, പിന്നെ C2 0 ആവും. അപ്പോൾ C1 C2 0 ആവും. ഇപ്പോൾ എഫ് ഓഫ് എക്സ് 1 ആകുമ്പോൾ. അപ്പോൾ ആ കേസിൽ നമുക്ക് എന്ത് സൊല്യൂഷൻ വരും? അവിടെ y ഓഫ് എക്സ് ഇക്വേഷൻ 2ൽ എഫ് ഓഫ് എക്സ് കൊണ്ട് 1 മാത്രമേ ഉണ്ട്. ബാക്കിയൊക്കെ C1 C2 0 ആണ്, മറ്റ് രണ്ട് ടേം 0 ആയിപ്പോൾ. വെൻ ലാംഡ നോട്ട് ഈക്വൽ ടു +or - 1/π. ഓക്കെ, ഇത്തരത്തിലാണ് ആ പ്രോബ്ലം ചെയ്യേണ്ടത്. നേരത്തെ അതേ പ്രോബ്ലമാണ് വേറെ രീതിയിൽ. ഇവിടെ ലാംഡ 1/π വെച്ചിട്ടാണ് തന്നത് ഇക്വേഷൻ തന്നെ. ലാംഡയുടെ സ്ഥാനത്ത് 1/π വെച്ചിട്ട് ഇതേപോലെ നേരത്തെ ഇക്വേഷനാണ്. ഇതിന് എഫ് ഓഫ് എക്സ് എന്നുള്ളത് എക്സ് ആകുമ്പോൾ സൊല്യൂഷൻ ഉണ്ടാവില്ല എന്നും, എഫ് ഓഫ് എക്സ് എന്നുള്ളത് പിന്നെ 1 ആകുമ്പോൾ പിന്നെ സൊല്യൂഷൻ ഉണ്ടാവും, ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ ഉണ്ടാവുമെന്നും പറയുന്നത്. അത് കണ്ടുപിടിക്കുക വേണം. അങ്ങനെയാണെങ്കിൽ 1 ആവുന്ന കേസ് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ ഉണ്ടാവില്ല. ആ സൊല്യൂഷൻ ഏതാണെന്ന് കണ്ടുപിടിക്കുക വേണം. ഇതാണ് പ്രോബ്ലം. അപ്പോൾ എന്തായാലും ആദ്യം എഴുതി ഇക്വേഷൻ തന്നിട്ട് ഇക്വേഷൻ എഴുതി. അപ്പോൾ ഇവിടെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാമല്ലോ, ഇതിനെ സെപ്പറബിളായിട്ട് നേരത്തെ പോലെ എക്സ്പാൻഡ് ചെയ്യും. y ഓഫ് എക്സ് എഴുതും, ഈ രീതിയിൽ y ഓഫ് എക്സ് എഴുതും. ഓക്കെ, നേരത്തെ പോലെ തന്നെ എഴുതി. റൈറ്റ്, C1 C2 ഒക്കെ വെച്ചിട്ട് ഇതാണ് സൊല്യൂഷൻ. അപ്പോൾ ഇവിടെ എഫ് ഓഫ് എക്സിൻ്റെ കേസാണ്. എന്തായാലും നമുക്കിവിടെ റിലേഷൻ കൊണ്ടുവരണം. അതിന് വേണ്ടിയിട്ട് നേരത്തെ ചെയ്ത പോലെ മൾട്ടിപ്ലിക്കേഷൻ 2/g1 ഓഫ് എക്സ് അല്ലേ, അത് കോസ് എക്സ് ആണ്. അത് ഇൻ്റഗ്രേറ്റിംഗ് ഓവർ 0-2π ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് C1 - C2 ഈക്വൽ ടു ബീറ്റ 1 എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും. ഓക്കെ, അങ്ങനെ കിട്ടും. അതുപോലെ ഇതേപോലെ തന്നെ മൾട്ടിപ്ലിക്കേഷൻ 2/g2 ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ എക്സും ഇതേപോലെ പ്രൊസീഡ് ചെയ്താൽ നമുക്കൊരു ഇക്വേഷൻ കിട്ടും. ആ ഇക്വേഷൻ ഇതായിരിക്കും, -C1 + C2 = ബീറ്റ 2. ബീറ്റ 2 എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ ഈ രണ്ട് ഇക്വേഷനാണ് കിട്ടിയത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ C1 C2 എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ, കാരണം ഇത് ലെഫ്റ്റ് സൈഡ് രണ്ടും ഒന്ന് തന്നെയാണ്. സൊല്യൂഷൻ എക്സ് ചെയ്യണം, റൈറ്റ് സൈഡ് ഈക്വൽ ആവണം. അപ്പോൾ ബീറ്റ 1 - ബീറ്റ 2 ആവണം അല്ലേ? ഇത് ലെഫ്റ്റ് സൈഡ് C1 - C2 തന്നെയാണ് ഉണ്ടാവുക അല്ലേ? ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പോൾ ഇത് മാറ്റി ചെയ്തപ്പോൾ ഇങ്ങനെ വന്നു. അപ്പോൾ ലെഫ്റ്റ് സൈഡ് ഒരേ പോലെയാക്കി. അപ്പോൾ റൈറ്റ് സൈഡ് ബീറ്റ 1
മൈനസ് ബീറ്റ ടു അപ്പോൾ ഇത് രണ്ട് ഈക്വൽ ആവണം, എന്നാലേ സൊല്യൂഷൻ ഉണ്ടാവും, ഇല്ലെങ്കിൽ ഇത് കോൺട്രഡിക്ഷൻ ആയിപ്പോലെ. അപ്പോൾ അതിങ്ങനെ ബീറ്റ 1 ഈക്വൽ ടു മൈനസ് ബീറ്റ ടു, അല്ലെങ്കിൽ ബീറ്റ 1 പ്ലസ് ബീറ്റ ടു 0 ആവണം. അപ്പോൾ ബീറ്റ 1 എന്താണ് ബീറ്റ ടു എന്ന് അറിയാലോ, അത് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടും, റിലേഷൻ 0 കിട്ടും. ഇത് റിലേഷൻ 0 ഇൻ്റഗ്രൽ 0 ആവണമെങ്കിൽ ഒന്നുകിൽ ഈ ഫംഗ്ഷൻ ക്യാപിറ്റൽ എഫ് ഓഫ് 0 ആവണം, അല്ലെങ്കിൽ ഇതും തമ്മിൽ ഓർത്തോഗണലായിരിക്കണം. ഈ രണ്ട് ചാൻസേ ഉള്ളൂ, ഒന്നുകിൽ ഇത് 0 ആവണം, അല്ലെങ്കിൽ കോസ് എക്സ് പ്ലസ് സൈൻ എക്സും എഫ് ഓഫ് എക്സും തമ്മിൽ ഓർത്തോഗണലായിരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മളൊരു എഫ് ഓഫ് എക്സ് ഇവിടെ എടുത്തു നോക്കുക. നമ്മൾ തന്നുള്ള എഫ് ഓഫ് എക്സ് ആദ്യം എക്സ് പരിശോധിക്കുക, എഫ് ഓഫ് എക്സിൻ്റെ എക്സ് വെച്ച് പരിശോധിക്കുക. എന്തായാലും നോട്ട് ഈക്വൽ ടു 0 ആണല്ലോ, 0 അല്ല. അപ്പോൾ ഇനി ഇതാവണം, ഇനി ഒരു ചാൻസ് ഉണ്ട്, ഇതാവണം, എന്നാലേ സൊല്യൂഷൻ ഉണ്ടാവും, എന്നാലേ C1 C2 ഉണ്ടാവും, ഉണ്ടെങ്കിലേ സൊല്യൂഷൻ ഉണ്ടാവും. അപ്പോൾ ഇതാകുമോ നോക്കുക, ഇതാകുമോ എന്നുള്ള പരിശോധിച്ച് നോക്കുക. കോസ് എക്സ് പ്ലസ് സൈൻ എക്സിൻ്റെ എഫ് ഓഫ് എക്സ് ഡി എസ് കണ്ടു നോക്കുക, എഫ് ഓഫ് എക്സിന് എക്സ് എടുത്തിട്ട്. അപ്പോൾ എക്സ് എടുത്തു, അപ്പോൾ നമുക്ക് പ്രോഡക്റ്റ് വേണം. ഫസ്റ്റ് ഫംഗ്ഷൻ എക്സ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഒക്കെ വെച്ചിട്ട് സിംപ്ലിഫൈ ചെയ്താൽ 0 അല്ല എന്ന് കിട്ടും, -2π കിട്ടും. അപ്പോൾ രണ്ട് കേസും ശരിയാവുന്നില്ല. എഫ് ഓഫ് എക്സ് ഈക്വൽ എക്സ് എടുത്തപ്പോൾ ഇത് 0 അല്ല, ഇതും ശരിയാവുന്നില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം C1 C2 ഉണ്ടാവില്ല, C1 C2 കണ്ടുപിടിക്കാൻ പറ്റിയൊരു സൊല്യൂഷൻ ഉണ്ടാവില്ല. അപ്പോൾ ആ കേസിൽ സൊല്യൂഷൻ ഉണ്ടാവില്ലെന്ന് അങ്ങനെയാണ് പറയുന്നത്. എഫ് ഓഫ് എക്സ് ഈക്വൽ എക്സ് ആകുമ്പോൾ, എഫ് ഓഫ് എക്സ് ഈക്വൽ 1 ആകുമ്പോൾ പക്ഷേ നമുക്ക് എന്തായാലും നോട്ട് ഈക്വൽ ടു 0 ആണ്, അതൊക്കെ അതെന്തായാലും ശരിയാവില്ല. അപ്പോൾ ഇത് പക്ഷേ ശരിയാവും, ഓർത്തോഗണലായിരിക്കും. നമ്മളിങ്ങനെ വാല്യൂ കണ്ടു കഴിഞ്ഞാൽ അത് ഓർത്തോഗണൽ ആയിരിക്കും, പറഞ്ഞാൽ മനസ്സിലായില്ലേ. അപ്പോൾ അത് സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യും, അതിനോട് സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യും, കാരണം C1 C2 കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ C1 C2 കണ്ടുപിടിക്കാനുള്ള ഫോർമുലയിൽ C1 മൈനസ് C2 ബീറ്റ 1 അല്ലേ, അവിടെ കൊടുക്കുക. ബീറ്റ 1 ഈ പറഞ്ഞ രീതിയിൽ ബീറ്റ 1 കണ്ടുപിടിക്കുക. എഫ് ഓഫ് എക്സ് വെച്ചിട്ട് ഒരു ഇക്വേഷൻ എടുത്താൽ മതി, C1 മൈനസ് C2 ഈക്വൽ ബീറ്റ 1 എടുത്താൽ മതി. അത് വെച്ചിട്ട് സൊല്യൂഷൻ കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ ബീറ്റ 1 എന്നുള്ളത് എന്തായാലും 0 ആയിരിക്കും. അപ്പോൾ C1 മൈനസ് C2 0 ആയിരിക്കും. അപ്പോൾ C1 ഈക്വൽ ടു C2, എഫ് ഓഫ് എക്സ് 1ാമത്തെ കേസാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, C1 കാണുന്നത് C2 കൊടുക്കും, എവിടെ ഇക്വേഷൻ എടുക്കില്ല. അപ്പോൾ y ഓഫ് എക്സ് എഫ് ഓഫ് എക്സ് 1 പ്ലസ് C1